കാർഷിക വാർത്തകൾ. സംസ്ഥാനത്തെ തോട്ടവിള കർഷകർക്ക് 7.5 കോടി രൂപയിലധികം ധനസഹായം വിതരണം ചെയ്തു. കേര പദ്ധതിയുടെ ഭാഗമായാണ് ധനസഹായം നൽകിയത്. ലോകബാങ്കിന്റെ സഹകരണത്തോടെ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ തോട്ടവിള കർഷകർക്ക് സഹായധനം നൽകി. 7.5 കോടി രൂപയിലധികം തുകയുടെ ധനസഹായമാണ് വിതരണം ചെയ്തത്. റബ്ബർ ബോർഡ്, സ്പൈസസ് ബോർഡ്, കോഫി ബോർഡ് എന്നിവയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പുനർനടീൽ പദ്ധതിയുടെ ഭാഗമായി റബ്ബർ ഏലം വിളകൾക്കാണ് ധനസഹായം അനുവദിച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 2809 അപേക്ഷകർക്കായി 1382.89 ഹെക്ടർ സ്ഥലത്തേക്ക് 7,51,16,693 രൂപയുടെ സഹായധനമാണ് വിതരണം ചെയ്തത്. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ശേഷിയുള്ള ഉന്നത നിലവാരത്തിലുള്ള തൈകളും കാലാവസ്ഥാ സഹിഷ്ണുതയുള്ള ഇനങ്ങളും ഉപയോഗിച്ച് പുനർനടീൽ നടത്തുന്നതിനായാണ് ഈ തുക അനുവദിച്ചത്. ഇതിലൂടെ പ്രതികൂല കാലാവസ്ഥയെ പ്രതിരോധിച്ചുള്ള വിളവെടുപ്പ് ഉറപ്പാക്കുവാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. റബ്ബറിന് ഹെക്ടറിന് 75,000 രൂപ, ഏലത്തിന് 1,00,000 രൂപ, കാപ്പിക്ക് 1,10,000 രൂപ എന്നിങ്ങനെ പരമാവധി 2 ഹെക്ടറിന് വരെയാണ് പുനർനടീലിനായി ഗ്രാന്റ് അനുവദിക്കുന്നത്. റബ്ബർ കൃഷിമേഖലയിൽ ആകെ 2,263 അപേക്ഷകളിലായി 1,194.44 ഹെക്ടർ സ്ഥലത്തിന് 6,56,94,193 രൂപയാണ് വിതരണം ചെയ്തത്. ഏകദേശം 35,000 ഹെക്ടർ തോട്ടവിളകൾ പുനർനട്ടുപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ഈ വർഷം കൂടുതൽ കർഷകരിലേക്ക് ധനസഹായം എത്തിക്കും. റബ്ബർ, ഏലം എന്നിവയോടൊപ്പം വയനാട് ജില്ലയിലെ കാപ്പി കർഷകർക്ക് കൂടി ഉടൻ സഹായധനം വിതരണം ചെയ്യുമെന്നും കേര സംസ്ഥാന പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് അറിയിച്ചു. പുനർനടീലിനായി താൽപര്യമുള്ള കർഷകർ ഔദ്യോഗിക പോർട്ടലിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് കൃഷിഭവനുകളുമായോ കേരയുടെ റീജിയണൽ ഓഫീസുമായോ ബന്ധപ്പെടാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് നാളികേര വില കുതിച്ചുയരുന്നു. ചില്ലറ വിപണിയിൽ 1 കിലോ നാളികേരത്തിന് 60 രൂപ വരെയാണ് വില. തമിഴ്നാട്ടിലെ കച്ചവടക്കാർ തേങ്ങ വില കുത്തനെ കൂട്ടിയതോടെ കേരളത്തിലും നാളികേര വില കുതിച്ചുയരുന്നു. ഒരു ദിവസം കൊണ്ട് കിലോയ്ക്ക് 4 രൂപ കൂടി മൊത്തവില 55 മുതൽ 54 രൂപ വരെയായി. ചില്ലറ വിപണിയിൽ വില 60 രൂപ വരെയുണ്ട്. 2 ദിവസമായി തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള തേങ്ങ വരവിലും നേരിയ കുറവുണ്ട്. തമിഴ്നാട്ടിലെ കൊപ്ര വ്യാപാരികൾ കിലോയ്ക്ക് 50 രൂപ നിരക്കിലാണ് തെങ്ങിൻ തോപ്പിലെത്തി നാളികേരം എടുക്കുന്നത്. ഇതിൽ കൂടുതൽ വില നൽകിയാലേ കേരളത്തിലെ വ്യാപാരികൾക്ക് അവിടെ നിന്ന് തേങ്ങ ലഭിക്കൂ. ഇതോടെയാണ് വ്യാപാരികൾ വില കൂട്ടിയത്. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി, ആനമല, അവിനാശി മേഖലകളിൽ നിന്നാണ് പാലക്കാട് വഴി കേരളത്തിലേക്ക് കൂടുതൽ തേങ്ങ എത്തുന്നത്. പാലക്കാട് ജില്ലയ്ക്കകത്തു നിന്നുള്ള തേങ്ങ വരവ് കുറവാണ്. ഓണക്കാലം എത്തുന്നതോടെ നാളികേര വില ഇനിയും ഉയരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസിനായി ജൂലൈ 31 വരെ അപേക്ഷിക്കാം. കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സാമ്പത്തിക സുരക്ഷ ഇതുവഴി ഉറപ്പാക്കും. സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരമുള്ള 2026 ഖരീഫ് സീസൺ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 31 വരെ ദീർഘിപ്പിച്ചു. പ്രതികൂല കാലാവസ്ഥ മൂലമുണ്ടാകുന്ന കൃഷിനാശത്തിൽ നിന്ന് കർഷകർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. കർഷകരുടെ സൗകര്യം പരിഗണിച്ച് സംസ്ഥാന കൃഷിവകുപ്പിന്റെ ഇടപെടലിനെ തുടർന്നാണ് അപേക്ഷാ കാലാവധി നീട്ടിയത്. ഖരീഫ് സീസണിൽ കൃഷി ചെയ്യുന്ന അർഹരായ കർഷകർ അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ഓഫ് ഇന്ത്യ മുഖേനയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടൽ വഴിയോ സമയബന്ധിതമായി അപേക്ഷ സമർപ്പിക്കണമെന്ന് കൃഷിവകുപ്പ് അറിയിച്ചു. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന ഇൻഷുറൻസ് പോളിസി നിർബന്ധമായും പരിശോധിക്കണം. പോളിസിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെടാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.